ഈ കാണുന്ന KSRTC ബസ്സാണ് കൂടല്ലൂർ ഗ്രാമത്തിലേക്കുള്ള പ്രധാന പൊതുഗതാഗത മാർഗം. തുടക്കകാലത്ത് 8 ട്രിപ്പുകളായിരുന്നു ഉണ്ടായിരുന്നത്. കോവിഡിന് ശേഷം അത് 6ആയി വെട്ടിച്ചുരുക്കി. ഇതോടെ അതിരാവിലെയും വൈകുന്നേരവും പ്രദേശത്തേക്ക് വാഹന സൗകര്യം ഇല്ലാതെയായി. ആദ്യം ഉണ്ടായിരുന്ന ആ ലാസ്റ്റ് ട്രിപ്പ് ഇവിടെ നമുക്കിവിടെ കിട്ടുവാണ് 6:45 10 എടുക്കുന്നതാണ്. ആ ട്രിപ്പ് ഉണ്ടെങ്കിൽ നമ്മൾക്ക് ഏകദേശം എവിടെയെങ്കിലും ഇപ്പോൾ പണിയൊക്കെ കഴിഞ്ഞിട്ട് വരാനുള്ള സാഹചര്യം ഉണ്ട് ആ ബസ്. അതേപോലെ രാവിലെ ഇവിടുന്ന് 7:15 ഉണ്ടായിരുന്ന ട്രിപ്പ് ഇല്ലിപ്പോൾ. അപ്പോൾ പണി കഴിഞ്ഞിട്ട് ഇപ്പോൾ 8:20 ഒരു ട്രിപ്പ് പോകുന്നത്. ഈ 8:20 ഇവിടുന്ന് പോയാൽ പണിസ്ഥലത്ത് എത്താൻ കഴിയില്ല, പണി നടത്താൻ. അപ്പോൾ ഓരോരുത്തർ പിന്നെ എന്ത് ചെയ്യും, കഷ്ടപ്പെട്ട് ഓട്ടോറിക്ഷയ്ക്കൊക്കെ ആയി പോയിട്ടും ഒക്കെയാണ് പണിക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ 2 ട്രിപ്പുകളും രാവിലത്തെയും വൈകുന്നേരത്തെയും പിന്നെ ആദ്യം ഉണ്ടായിരുന്ന ട്രിപ്പ് പുനഃസ്ഥാപിച്ച് കിട്ടുവാണെങ്കിൽ നമുക്ക് വളരെ. വെളുപ്പിന് കൂലിപ്പണിക്ക് പോകുന്നവർക്കും വിദ്യാർത്ഥികൾക്കും സമയത്ത് ബസ്സില്ലാത്തത് വലിയ പ്രതിസന്ധിയാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. വാഹന സൗകര്യമില്ലാത്ത കാരണത്താൽ പലരും ടൗണിൽ പോയുള്ള കൂലിപ്പണിയും നിർത്തി. നമുക്ക് 35 വർഷത്തോളമായി ഇങ്ങോട്ട് വന്നുകൊണ്ടിരുന്നൊരു KSRTC ബസ്സായിരുന്നു. പിന്നെ കോവിഡ് കഴിഞ്ഞതിന് ശേഷം 2 ട്രിപ്പ് രാവിലത്തെയും വൈകുന്നേരത്തെയും. രാവിലെ 7:15 ഇവിടെ വന്ന് തിരിച്ചു പോകുന്നതും വൈകുന്നേരം 7:15 ആകുമ്പോഴേക്കും ഇവിടെ വന്ന് സ്റ്റോപ്പ് ചെയ്ത് തിരിച്ചു പോകുന്നൊരു സർവീസ് ഉണ്ടായിരുന്നു. 2 സർവീസ്. ആ 2 സർവീസ് ഇപ്പം നിലവിൽ ഓടുന്നില്ല. അത് നമുക്ക് പുനഃസ്ഥാപിക്കാനുള്ള നടപടികൾ സ്വീകരിക്കണം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വന്യജീവികളുടെ ആക്രമണം കൂടി വരികയാണ്. ഇങ്ങോട്ട് എത്തിപ്പെടുക എന്നുള്ളൊരു വലിയൊരു ബുദ്ധിമുട്ടുള്ള ഏരിയയാണ്. കൂടുതലൊരു മേഖലയിലേക്ക് ഒരു ഓട്ടോറിക്ഷ വാഗേരിന്ന് വിളിച്ചു കഴിഞ്ഞാൽ വൈകുന്നേരം ഒരു 6 മണി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആരും വരാൻ കൂട്ടാക്കൂല. അവിടെ നിന്ന് ഇങ്ങോട്ട് വരാൻ തന്നെ നിർബന്ധിച്ച് പറഞ്ഞാലേ ഒരു വണ്ടി ഇങ്ങോട്ട് വരുള്ളൂ. വണ്ടി ഇങ്ങോട്ട് വന്നാലും ചാർജ് കൂടുതലും. പിന്നെ അവരെ പറഞ്ഞിട്ടും കാര്യമില്ല, അവർക്ക് ഭയങ്കര പേടിയാണ്, സ്വാഭാവികതയിലുള്ള പേടിയാണ്. ഇപ്പോൾ വരുന്ന വഴിക്കാണെങ്കിലും പ്രജീഷിനെ കൊന്ന ആ വഴിയിലാണെങ്കിലും അതിൽ വരാനൊരു ദുരൂഹ സാഹചര്യമാണ്. ഒന്നാമത് എസ്റ്റേറ്റുകൾ, വലിയ എസ്റ്റേറ്റുകളും പിന്നെ ഭൂമാഫിയകൾ എസ്റ്റേറ്റുകൾ പോലെ വാങ്ങിയിട്ടിട്ട് കാടും പിടിച്ച് ഇങ്ങനെ കിടക്കുന്നതുകൊണ്ട് എല്ലാവർക്കും സ്വാഭാവികതയിൽ പേടിയുണ്ട്. ഇരുട്ട് വീണാൽ പ്രദേശത്തേക്ക് വന്യമൃഗങ്ങളെ പേടിച്ച് ഓട്ടോറിക്ഷ പോലും വരാറില്ല. മുൻപുണ്ടായിരുന്ന ബസ്സുകളുടെ 2 ട്രിപ്പ് പുനരാരംഭിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. സി മലയാളം ന്യൂസ്, വയനാട്. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം.